ഇറാൻ അവരുടെ അതിർത്തികൾ പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു. ഇതോടെ ലോകരാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് വഴിമാറി. കാരണം മറ്റൊന്നുമല്ല, ഹോർമൂസ് കടലിടുക്ക് കൂടി ഇറാൻ അടച്ചു പൂട്ടിക്കഴിഞ്ഞു. ഇതുവഴി ഇനി കപ്പലുകൾ സഞ്ചരിച്ചാൽ മിസൈലുകൾ അയക്കുമെന്നും കടലിൽ മുക്കുമെന്നുമെല്ലാം ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഏത് കപ്പലും ആക്രമിക്കുമെന്നും IRGCയെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. ആരെങ്കിലും അതുവഴി കടന്നു പോകാൻ ശ്രമിച്ചാൽ IRGCയുടെയും നാവികസേനയിലെയും ഹീറോകൾ അവരെ നിലംപരിശാക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനിൽ നിന്നും ഒരു തുള്ളി എണ്ണ പോലും പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓയിൽ പൈപ്പ് ലൈനുകളെയും ആക്രമിക്കും. ഒരു തുള്ളി എണ്ണ പോലും ഈ മേഖല വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. വരും ദിവസങ്ങളിൽ എണ്ണവില $200 ഈ മേഖലയിലെ എണ്ണയെ മാത്രം ആശ്രയിച്ച് ശതകോടിക്കണക്കിന് ഡോളറിന്റെ കടം അമേരിക്കയ്ക്കുണ്ട്. എന്നാൽ ഒരു തുള്ളി എണ്ണ അവരിലേക്ക് ഇനി എത്തില്ല എന്നും ഇറാൻ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽചാലാണ് ഹോർമൂസ്. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയായ ഇവിടം ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കാരിയറുകളെ വഹിച്ചുള്ള കപ്പലുകളുടെ സഞ്ചാരപഥം കൂടിയാണ്. ഇറാഖ്, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നീ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിലുമായി എണ്ണക്കപ്പലുകൾ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. പ്രതിദിനം 300 കപ്പലുകൾ വരെ ഇതുവഴി കടന്നു പോകുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഹോർമൂസ് അടച്ചാൽ ആഗോള വിപണിയിലെ എണ്ണ വ്യാപാരം പ്രതിസന്ധിയിലാവുകയും വില കുതിച്ചുയരുകയും ചെയ്യുമെന്നിരിക്കെ ഇറാന്റെ ഈ നടപടി അമേരിക്കയെ അടക്കം പ്രതിസന്ധിയിലാക്കും. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം രൂക്ഷമായതോടെ ഇതിനോടകം ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയരുകയാണ്. തിങ്കളാഴ്ച രാവിലെ ക്രൂഡ് ഓയിൽ വില 7% അധികം ഉയർന്ന് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരുന്നു. ഇറാൻ, US, ഇസ്രയേൽ സൈനിക ആക്രമണങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന ഭയത്തെ തുടർന്നാണ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നത്. ഹോർമൂസ് കടലിടുക്കിന് സമീപം 2ലധികം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിരുന്നു. കപ്പലുകളോട് ഈ കടലിടുക്കിലൂടെ കടന്നു പോകരുതെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. രാജ്യത്ത് സംഘർഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ നാവിക ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന യാതൊരു നീക്കവും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിന് വിപരീതമായി സംഘർഷം കടന്നതോടെ കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഇറാന്റെ മിലിറ്ററി വിഭാഗമായ റവല്യൂഷണറി ഗാർഡാണ് ഹോർമൂസിന്റെ കാവൽക്കാർ. അതേസമയം ഇസ്രായേൽ, US സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ഇന്ത്യൻ ചരക്ക് കപ്പലും പ്രതിസന്ധിയിലായി കഴിഞ്ഞു. ഏകദേശം 10,000 കോടി വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങളുമായി പോയ 27 ഇന്ത്യൻ കപ്പലുകളാണ് നടുക്കടലിൽ കുടുങ്ങിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് കടന്നാൽ അമേരിക്കൻ കപ്പലുകളടക്കം തീയിടുമെന്നും ചില കപ്പലുകൾ മുക്കിയതായും ഇറാൻ അറിയിക്കുന്നുണ്ട്. ഇതോടെയാണ് 27 ഇന്ത്യൻ കപ്പലുകൾ കടലിൽ കുടുങ്ങിയത്. ഈ അടിയന്തര സാഹചര്യം പരിഹരിക്കാൻ കേന്ദ്രം ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിലെ കപ്പലുടമകളുടെ സംഘടനയായ ഇന്ത്യൻ നാഷണൽ ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കത്തയച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായെന്നും തലനാരിലേക്ക് രക്ഷപ്പെട്ടതാണെന്നും കത്തിൽ പറയുന്നുണ്ട്. ചില ഇന്ത്യൻ കപ്പലുകൾ പ്രധാനപ്പെട്ട ഊർജ്ജ ചരക്കുകൾ കയറ്റാനായി ഹോർമൂസിന് തെക്ക് കാത്തുകിടക്കുകയാണെന്നും INSA കൂട്ടിച്ചേർക്കുന്നുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇത് മറികടക്കാൻ ശ്രമിച്ചാൽ ആ കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ ഈ പ്രത്യേകതയാണ് ഹോർമൂസിനെ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ചെക്ക് പോയിന്റാക്കി മാറ്റുന്നത്. ഇത് അടയ്ക്കുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈനിക നീക്കത്തെക്കാൾ ഉപരിയായി ആഗോളതലത്തിൽ പ്രയോഗിക്കാവുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ആയുധമാണ്. ലോകം തന്നെ നിശ്ചലമാകും ഹോർമൂസ് പാത എന്നേക്കുമായി അടക്കുകയാണെങ്കിൽ. ഹോർമൂസ് വഴിയുള്ള വ്യാപാരം അനുവദിക്കില്ലെന്നും ഈ പാത അടച്ചിട്ടതായും ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചതോടെ ആഗോള കപ്പൽ ചരക്ക് നീക്കം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.